പെൺകുട്ടികൾ പഠിക്കണ്ട, ഞങ്ങളുടെ മതം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്നാണ് പറയുന്നത് എന്ന് ഇന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല രമേശേ, നിങ്ങൾക്ക് സ്വർഗമില്ല കേട്ടോ. നിങ്ങൾ വെറുതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ? ഹൂറികൾക്ക് മുറിയന്മാര് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല. നിങ്ങൾക്ക് പാലിന്റെ പുഴയുമില്ല, തേനിന്റെ പുഴയുമില്ല. തൽക്കാലം നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും പുഴയിനകത്ത് മുങ്ങിക്കുളിച്ചിട്ട് നിങ്ങൾ അത് ആത്മനിർവൃതി അടയുക, മറ്റൊരു വഴിയുമില്ല. ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസം വേണ്ട, ഡോക്ടർ പഠനം വേണ്ട, ഒറ്റയ്ക്ക് സഞ്ചരിക്കണ്ട, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കണ്ട. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സർക്കാരുകളെ സ്വാധീനിച്ച് വിദ്യാഭ്യാസ മേഖലകൾ മതസംഘടനകൾ സ്വന്തമാക്കി. ഇതര മതസ്ഥർ അന്യരെ പോലെ അവിടെ പഠിക്കേണ്ടിയും ജോലിയെടുക്കേണ്ടിയും വന്നില്ലേ? പലരും മതമാറ്റത്തിന് വിധേയരായിട്ടുണ്ട്. 6-9 വയസ്സുള്ള മക്കളെയും ഭർത്താവിനെയും ഒഴിവാക്കി നേരിട്ട് സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ, കുടുംബിനികൾ മത്സരിച്ച് ചാടിപ്പോയി. ഇതിനിടയിൽ മതേതരം എന്ന് കരുതിയിരുന്ന പോലീസിലും സർക്കാർ ഓഫീസുകളിലുമൊക്കെ, സർക്കാർ വിദ്യാലയങ്ങളിലും, എന്തിനേറെ പറയുന്നു സ്പോർട്സില്, ആർട്സില്, കായിക മേഖലകളിൽ, സിനിമാ മേഖലകളിൽ അടക്കം അപകടകരമായ രൂപത്തിൽ ഇസ്ലാം എന്ന മതവിഷം പടർന്നു പന്തലിച്ചു. അപ്പോഴും രാഷ്ട്രീയക്കാർ ഹിന്ദു ഭീകരതയുമായി ഇസ്ലാമിക ഭീകരതയെ തുലനം ചെയ്തു. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു. സത്യം വിദൂരമായിരുന്നു, ഇപ്പം അടുത്തെത്തി കേട്ടോ. ഈ നിസ്സംഗത കൊണ്ട് സംഭവിച്ച മറ്റൊരു അപകടമാണ് മഹാരാജാസ് കോളേജിലെ ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട അഭിമന്യു എന്ന വർഗീയത തുലയട്ടെ എന്ന് ചുമരിൽ എഴുതിയതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ഭാവിയുടെ വാഗ്ദാനം. ഭരണക്കാരും രാഷ്ട്രീയക്കാരും മീഡിയക്കാരും പൊതുസമൂഹവുമൊക്കെ കർശനമായ നടപടി എന്ന പതിവ് പല്ലവി ആവർത്തിച്ച് ആ സീസൺ കഴിയുമ്പോൾ ആ വാർത്ത കഴിഞ്ഞ് അടുത്ത വാർത്തയുടെ പുറകെ പോകും. കുറച്ച് കഴിയുമ്പോൾ നിശബ്ദരാകും. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അവിടെ അവസാനിച്ചത്. ആ വീട്ടുകാർക്ക് അത് മറക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല, അവരുടെ മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പുകൾക്ക് നഷ്ടമെന്നല്ലാതെ ഇങ്ങനെ ദുഃഖം. മതത്തിന്റെ പേരിൽ ക്യാമ്പസ് ഫ്രണ്ടുകാർ ചെയ്തത് ആ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനമായ ക്യാമ്പസ് ഫ്രണ്ട് എടുത്ത ജീവനായിരുന്നു അത്. രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടു. ഒരു ഭാഗത്ത് മതം കൂട്ടമായി വിടുന്ന യുവതലമുറകൾ വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് മതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു വിഭാഗവും വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞങ്ങളുടെ ശബ്ദത്തെ യുവതലമുറ കണ്ടു. മനുഷ്യർ പരസ്പരമുള്ള സ്നേഹവും സഹകരണവും സൗഹാർദ്ദവും അടങ്ങുന്ന മുഴുവൻ നന്മകളെയും വേരോടെ തുടച്ചു മാറ്റുന്ന കാളകൂട വിഷമാണ് ഈ തീവ്രവാദത്തിന്റെ മതം എന്ന് ഞങ്ങൾ അടിക്കടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറഞ്ഞു യുവതലമുറയെ ബോധവൽക്കരണം നടത്തി. മനുഷ്യന്റെ മനസ്സുകളിലുള്ള അവസാനത്തെ നന്മയുടെ കണികയും വറ്റിച്ചെടുത്ത് കളഞ്ഞിട്ടല്ലാതെ ഈ മത തീവ്രവാദം അവസാനിക്കില്ല എന്ന യാഥാർത്ഥ്യം യുവതലമുറയ്ക്ക് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇത് വെറും മതമല്ല, ഇസ്ലാമിക തീവ്രവാദമാണെന്നും നാം വളർന്നു വന്ന വിശപ്പിനും പരസ്പരമുള്ള ബന്ധത്തിനും സ്നേഹത്തിനും സഹകരണത്തിനും ജീവനും രക്തത്തിനും മാത്രം മുൻതൂക്കം നൽകുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കി അവന്റെ മതമേതാണ്, അവന്റെ സംഘടന ഏതാണ്, അവന്റെ രാഷ്ട്രീയം ഏതാണ്, അവന്റെ സംഘടന ഏതാണ് എന്ന് നോക്കുന്നതിലേക്ക് ഇവർ അധപ്പതിച്ചു പോയി എന്ന യാഥാർത്ഥ്യം അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് വരുന്ന യുവതലമുറയിൽ മാറ്റമുണ്ടായത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. പല തവണകളിൽ ഞാനതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ പറഞ്ഞ ആളാണ്. വഖഫ് നിയമ ഭേദഗതി. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നിയമാനുസൃതമായ കൊള്ളയടി എന്തിനാ? ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം. മുസ്ലിങ്ങൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി. അള്ളാഹുവിന്റെ വായു, അള്ളാഹുവിന്റെ വെള്ളം, അള്ളാഹുവിന്റെ ജീവൻ. ശരി,
ഇതൊക്കെ ആസ്വദിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നവര് മാത്രം മതി എന്ന ഒരു ആശയം ക്രമേണ ഇസ്ലാമിസ്റ്റുകൾക്കിടയിലേക്ക് കടന്നു വന്നു. ഈ വഖഫ് നിയമം ലോക്സഭ കടന്ന് രാജ്യസഭ കടന്ന് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി. ആരാൻ്റേത് തട്ടിയെടുത്ത് നിങ്ങൾ അങ്ങനെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കേണ്ട. ഈ നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നതാരാ? സോളിഡാരിറ്റി, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ യുവ സംഘടനകൾ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് നമ്മൾ ചിന്തിക്കണം. ഇത് ബംഗാളാണോ ബംഗ്ലാദേശാണോ ആവർത്തിക്കുന്നത് എന്ന്. ഭീകരവാദികളുടെ ഫോട്ടോകളാണ് ആ പ്രതിഷേധത്തിന് ഉപയോഗിച്ചത്. അത് നമ്മളെടുത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്കെടുക്കേണ്ടി വന്നു. ഇതുവരെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംസാരിക്കാൻ, വാർത്ത കൊടുക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ആ വിഷയം ചർച്ചയ്ക്കെടുത്തു. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകനായ ഇമാം ഹസനുൽ ബന്ന, എഴുത്തുകാരനും മുസ്ലിം ബ്രദർഹുഡ് നേതാവുമായ സയ്യിദ് കുത്തുബ്, ഹമാസിന്റെ നേതാക്കളായ അഹമ്മദ് യാസിൻ, യഹിയ സിൻവാർ, ഇവരുടെയൊക്കെ ഫോട്ടോകൾ പൊക്കിപ്പിടിച്ചിട്ടാണോ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഇവർ സമരം ചെയ്യേണ്ടത്? ആണോ? ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നതിലേക്ക് രംഗത്ത് വന്നു. ഇനിയിപ്പം നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ ജനാധിപത്യപരമായി ഈ വിഷയം ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് നമുക്കും വേണ്ടത്. തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാൻ BJP ഭരിക്കുമ്പോഴും ഇന്ത്യയിൽ കഴിയുന്നു എന്ന് വന്നാൽ BJPയും കോൺഗ്രസും തമ്മിൽ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് വ്യത്യാസമാണ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാജ്യം ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എല്ലാ സാഹചര്യത്തിലും എതിരായി നിൽക്കുന്നതുകൊണ്ട്, തീവ്രവാദികൾക്ക് തടയിടുന്നതിനു വേണ്ടി എല്ലാ രൂപത്തിലും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനും ഈ തീവ്രവാദികളെ തടയാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ജിതിൻ ജേക്കബ് എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ചോദിച്ചതുപോലെ, ഭിന്ദ്രൻവാല എന്ന ഖലിസ്ഥാൻ ഭീകരൻ ആയുധങ്ങളുമായി പരസ്യമായി രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ അനുയായികൾക്കൊപ്പം അഴിഞ്ഞാടിയത് അവഗണിച്ചതിന്റെ ഫലമായിട്ടായിരുന്നു സിഖ് തീവ്രവാദം ശക്തിയായത്. സുവർണ ക്ഷേത്രത്തിൽ സൈനിക നടപടിയും ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വവും ഒക്കെ നടന്നത്. സുരക്ഷാ ഏജൻസികൾ നടത്തിയ മുന്നറിയിപ്പുകൾ അന്നത്തെ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിന് രാജ്യം കനത്ത വില നൽകേണ്ടി വന്നു. ഇതേ അലംഭാവമാണ് LTTE തീവ്രവാദികളുടെ കാര്യത്തിലും സംഭവിച്ചത്. തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങൾ കേന്ദ്രമാക്കി LTTE നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ സർക്കാരുകൾ അന്ന് അവഗണിച്ചു. LTTE നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഏറ്റവും ഒടുവിൽ അത് ഇന്ത്യക്ക് തന്നെ ഭീഷണിയായി. അങ്ങനെ ഇന്ത്യയുടെ മെട്രോ നഗരങ്ങൾ ഞങ്ങൾ ബോംബിട്ട് തകർക്കും എന്ന് LTTE തലവൻ പരസ്യമായി പ്രഖ്യാപിച്ചു. അപ്പോഴും അത് കാര്യമാക്കാതെ അവഗണിച്ചു. അവസാനം രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിലാണത് കലാശിച്ചത്. നമ്മൾ എന്താണോ വളർത്തിക്കൊണ്ടുവരുന്നത് അത് നമ്മൾ കൊയ്തെടുക്കുക തന്നെ വേണം. ഭീകരവാദത്തെ വളർത്തിയാൽ ഭീകരവാദമല്ലാതെ മറ്റെന്താണ് കൊയ്തെടുക്കാൻ സാധിക്കുന്നത്? നമ്മൾ വിത്തിട്ടാൽ ആ വിത്ത് തന്നെയാണ് മുളയ്ക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, ഹംസക്കോയക്ക് ഞാൻ